തുർക്കിയിലെ ആധുനിക നഗരമായിട്ടുള്ള സെൽജുക്ക്, അതിന് സമീപത്തുള്ള അയാസലുക്ക് ആ ഒരു കുന്നിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വിശുദ്ധ യോഹന്നാൻ്റെ നാമധേയത്തിലുള്ള ബസിലിക്കയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയോടൊപ്പം യാത്ര ചെയ്ത പ്രിയപ്പെട്ട ശിഷ്യൻ, പുനരുത്ഥാനത്തിന് ശേഷം പാത്മോസ് ദ്വീപിൽ ഈശോയെ മുഖാമുഖം ദർശിച്ച ശിഷ്യൻ, വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ ഭൗതിക ദേഹം അലിഞ്ഞ് ചേർന്ന മണ്ണിലാണ് ഇപ്പോൾ ഷെക്കേനനോസ് ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആകാശം മേൽക്കൂരയാക്കിയാണ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ ഈ ഒരു കബറിടം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഡൊമീഷ്യൻ ചക്രവർത്തി വിശുദ്ധ യോഹന്നാൻ സ്ലീഹയെ ഗ്രീക്ക് ദ്വീപായിട്ടുള്ള പാത്മോസിലേക്ക് നാട് കടത്തിയത്. പിന്നീട് അവിടെ നിന്നും തിരിച്ചു വന്ന വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ഈ തുർക്കിയിലെ എഫേസോസ്, ആ പൗരാണിക നഗരം, ഇപ്പോൾ അത് സെൽജുക്ക് എന്നാണ് അറിയപ്പെടുന്നത്, ആ നഗരത്തിന് സമീപമായിട്ടുള്ള അയാസലുക്ക് ആ ഒരു കുന്നിലാണ് അദ്ദേഹം താമസിച്ചത്. ചെറിയൊരു ഗ്രഹത്തിലാണ് അദ്ദേഹം താമസിച്ചത്. അതിനാൽ തന്നെ ഇവിടെ തന്നെയാണ് അദ്ദേഹത്തെ മരണശേഷം അദ്ദേഹത്തെ ഇവിടെ തന്നെയാണ് കബറടക്കിയത്. ജസ്റ്റീനിയൻ ഒന്നാമൻ ചക്രവർത്തിയാണ് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രദേശത്ത് വിശുദ്ധ യോഹന്നാൻ്റെ ബസിലിക്ക ആദിമ നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചത്. AD 565 ഈ ഒരു ബസിലിക്ക പണി കഴിപ്പിച്ചത്. ആ കാലഘട്ടത്തിൽ ലോകത്തിൽ നിലനിന്നിരുന്ന ഏത് നിർമ്മിതിയെക്കാളും കിടപിടിക്കുന്ന വാസ്തുശില്പ വൈദഗ്ധ്യവും ഒപ്പം തന്നെ മനോഹാരിതയും അന്നത്തെ ഈ ഒരു ബസിലിക്കയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, എഫേസോസിൻ്റെ പൗരാണിക നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിജാതീയ ദേവതയായ അർതെമിസിൻ്റെ ആ ഒരു ക്ഷേത്രം പൗരാണിക കാലഘട്ടത്തിൽ ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. അതിനോട് പോലും കിടപിടിക്കുന്ന രീതിയിലുള്ള വലിയൊരു നിർമ്മിതിയായിരുന്നു വിശുദ്ധ യോഹന്നാൻ്റെ ഒരു ബസിലിക്ക. 6 താഴിക കുടങ്ങൾക്ക് കീഴിലാണ് ഈ ഒരു ബസിലിക്ക സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ ഇന്നൊരു ബസിലിക്കയുടെ അവസ്ഥ എന്ന് പറയുന്നത് തകർന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ച. അറബികളുടെയും തുർക്കികളുടെയും അധിനിവേശം, ഒപ്പം തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂകമ്പം പോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ മൂലമാണ് ഈ ഒരു ബസിലിക്ക ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ വിശുദ്ധ പൗലോസ്ലീഹയുടെയും വിശുദ്ധ പത്രോസ്ലീഹയുടെയും ഒക്കെ കബറിടത്തിന് ലഭിക്കുന്ന ഒരു പ്രാധാന്യം ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ കബറിടത്തിന് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടാവശിഷ്ടങ്ങൾ, ബസിലിക്കയുടെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ മധ്യേ, പ്രത്യേകിച്ച് അതിൻ്റെ മദ്ബഹയ്ക്കും പ്രസംഗപീഠത്തിന് മധ്യയാണ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ ഒരു കബറിടം സ്ഥിതി ചെയ്യുന്നത്. വളരെ കുറച്ച് സന്ദർശകരെ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ ആ ബസിലിക്ക നിന്നിരുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് തന്നെ ഈ ഒരു തീർത്ഥയാത്രയിൽ നമുക്ക് പങ്കുചേരാം. എഫേസോസ് 7 സഭകൾ, വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാടിൽ പരാമർശിച്ചിരിക്കുന്ന ആ ഒരു 7 സഭകൾ, ആ സഭകൾ നിന്നിരുന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭയാണ് എഫേസോസ്. ആ എഫേസോസ് സഭയുടെ ക്രൈസ്തവ പൈതൃകത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് വിശുദ്ധ യോഹന്നാൻ്റെ ഒരു ബസിലിക്ക. അതിന്ന് തകർന്ന നാമാവശിഷ്ടമായി ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ കബറിടത്തിലേക്ക് ഷെക്കേനനോസിനൊപ്പം ഈ ഒരു തീർത്ഥയാത്രയിൽ അണിചേരാം. എഫേസോസ് മനുഷ്യചരിത്രത്തിൽ അറിയപ്പെടുന്ന കാലഘട്ടം മുതൽ ചരിത്രരേഖകളിൽ കാണപ്പെടുന്ന പട്ടണമാണ് എഫേസോസ്. പൗരാണിക കാലഘട്ടം മുതലുള്ള ചരിത്രത്തിന്റെ തുടുപ്പുകൾ നമുക്ക് എഫേസോസിൽ കാണാൻ സാധിക്കും. ചരിത്രത്തിന്റെ ഒരു കാലഘട്ടം വരെ പ്രബലമായ ക്രൈസ്തവ സാന്നിധ്യമുണ്ടായിരുന്ന പ്രദേശമായിരുന്നു എഫേസോസ്. റോമാ നഗരത്തോളം, ഒരുപക്ഷെ അതിലേറെ പ്രാധാന്യത്തോടെ ക്രൈസ്തവ സമൂഹം കാണേണ്ട പട്ടണമായിരുന്നു എഫേസോസ്. എന്നാൽ റോമാ സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരമെന്നറിയപ്പെട്ടിരുന്ന എഫേസോസിന്റെ സ്ഥിതി ശോകമുഖമാണ്. പൗരാണിക എഫേസോസ് പട്ടണം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഇന്ന്
ആധുനിക തുർക്കിയിലെ സെൽജുക് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിക്ഷോഭങ്ങളും ഇസ്ലാമിക അധിനിവേശവും എഫേസോസിന്റെ തകർച്ചയുടെ ആക്കം കൂട്ടി. പരിശുദ്ധ ബൈബിളിൽ എഫേസോസിനെക്കുറിച്ച് വായിക്കുമ്പോഴെല്ലാം അന്ത്യത്താഴത്തിൽ യേശുവിന്റെ വക്ഷസ്സിൽ ചാരിയിരുന്ന ഈശോ മിശിഹായുടെ പ്രിയപ്പെട്ട ശിഷ്യനായ വിശുദ്ധ യോഹന്നാനെയായിരിക്കും ആദ്യം നമ്മൾ ഓർക്കുക. എഫേസോസിൽ എത്തിച്ചേർന്നപ്പോൾ ഏറെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയുമാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ യോഹന്നാന്റെ നാമധേയത്തിലുള്ള ബസിലിക്കയിലേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ അവിടെ കണ്ട കാഴ്ച അതീവ ദുഃഖമുളവാക്കുന്നതായിരുന്നു. സെൽജുക് പട്ടണത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന അയാസൊലുക് കുന്നിൽ ഇടിഞ്ഞുപൊളിഞ്ഞു കിടക്കുന്ന യോഹന്നാന്റെ ബസിലിക്കയുടെ കാഴ്ചകൾ ഏതൊരു ക്രൈസ്തവ വിശ്വാസിയുടെ മനസ്സിൽ ദുഃഖമുളവാക്കുന്നതാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഫേസോസിൽ സുവിശേഷം പ്രഘോഷിച്ചിരുന്നു എന്നാണ് സഭാ പാരമ്പര്യം. വിശുദ്ധ പോളികാർപ്പോസിന്റെ ശിഷ്യനായിരുന്ന ഐറേനിയോസിന്റെ പ്രബോധനങ്ങളും എഡേസയിലെ അഥായുടെ പ്രബോധനങ്ങളും വിശുദ്ധ ജെറോമിന്റെ പ്രബോധനങ്ങളും ഇതിലേക്ക് വെളിച്ചം വീശുന്നു. ജെറുസലേമിൽ നടമാടിയിരുന്ന കൊടിയ മതമർദ്ദന കാലഘട്ടത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിനോടൊപ്പം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഫേസോസിൽ എത്തിച്ചേർന്നു എന്നാണ് പാരമ്പര്യമായി വിശ്വസിക്കപ്പെടുന്നത്. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പാത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് വെളിപാട് പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ദർശനങ്ങൾ ലഭിച്ചത്. പിന്നീട് നേർവ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പാത്മോസ് ദ്വീപിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും എഫേസോസിൽ എത്തിച്ചേരുകയും അവിടെ അദ്ദേഹം തന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ തുടരുകയുമായിരുന്നു. എഫേസോസിൽ വെച്ചാണ് അദ്ദേഹം സുവിശേഷ രചന നടത്തിയത്. 97-ാമത്തെ വയസ്സിൽ 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ മരണപ്പെട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പുരാതന എഫേസോസ് പട്ടണം സ്ഥിതി ചെയ്തിരുന്ന പ്രദേശത്ത് നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറി അയാസൊലുക് കുന്നിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. തെയഡോഷ്യസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കല്ലറ സ്ഥിതി ചെയ്തിരുന്നിടത്ത് ഒരു ചാപ്പൽ പണിയുകയുണ്ടായി. തടികൊണ്ടായിരുന്നു ആ ചാപ്പലിന്റെ മേൽക്കൂര പണിതിരുന്നത്. എന്നാൽ 6-ാം നൂറ്റാണ്ടോടെ ഈ ചാപ്പൽ കാലപ്പഴക്കം കൊണ്ട് ഉപയോഗശൂന്യമായി മാറുകയായിരുന്നു. ജസ്റ്റീനിയൻ 1-ാമൻ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഭാര്യ തിയോഡോറും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കല്ലറ സ്ഥിതി ചെയ്തിരുന്നിടത്ത് ബൃഹത്തായ ഒരു കത്തീഡ്രൽ പണി കഴിപ്പിക്കുകയുണ്ടായി. ഹാഗിയ സോഫിയ കത്തീഡ്രൽ നിർമ്മിച്ചതും ജസ്റ്റീനിയൻ 1-ാമൻ ചക്രവർത്തി തന്നെയാണ്. ദി ബസിലിക്ക ഓഫ് സെന്റ് ജോൺ ഇൻ എഫേസോസ് ദേവാലയം അത് നിർമ്മിച്ച കാലഘട്ടത്തിൽ അതിമഹത്തായ നിർമ്മിതിയായിരുന്നു. പൗരാണിക ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നായ എഫേസോസിലെ അർതെമിസിന്റെ ക്ഷേത്രത്തിന്റെ വാസ്തുശില്പ സൗന്ദര്യത്തോട് കിടപിടിക്കുന്ന വിധത്തിൽ 6 താഴികക്കുടങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. റോമാ സാമ്രാജ്യത്തിന്റെ പ്രൗഢി വിളിച്ചോതിയ ഈ ദേവാലയത്തിന്റെ ഭാഗത്തിന് കുരിശാകൃതിയായിരുന്നു. 130 മീറ്റർ നീളവും 65 മീറ്റർ ഉയരവുമായിരുന്നു ആ കത്തീഡ്രൽ സമുച്ചയത്തിനുണ്ടായിരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഫേസോസിൽ സ്ഥിതി ചെയ്തിരുന്ന അർതെമിസിന്റെ ക്ഷേത്രത്തിന് ശേഷം ആ കാലഘട്ടത്തിൽ പണി കഴിപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ ആരാധനാലയമായിരുന്നു ബസിലിക്ക ഓഫ് സെന്റ് ജോൺ. പ്രകൃതിക്ഷോഭങ്ങളും ഇസ്ലാമിക അധിനിവേശ ശക്തികളുടെ ആക്രമണങ്ങളും മൂലം തകർന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിലെ 7-ാമത്തെ വലിയ കത്തീഡ്രലായി തീരുമായിരുന്നു ബസിലിക്ക ഓഫ് സെന്റ് ജോൺ. 6 താഴികക്കുടങ്ങളുണ്ടായിരുന്ന ബസിലിക്കയുടെ പ്രധാന താഴികക്കുടത്തിന് കീഴിലാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്തത്. ഇന്ന് ആ കബറിടത്തിന് ചുറ്റും 4 തൂണുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. AD 548 തുടങ്ങിയ ദേവാലയത്തിന്റെ നിർമ്മാണം AD 565 പൂർത്തിയായത്. എഫേസോസിലെ ബിഷപ്പായിരുന്ന ഹിപ്പാറ്റൂസിന്റെ മേൽനോട്ടത്തിലാണ് ദേവാലയം പണികഴിപ്പിക്കപ്പെട്ടത്. ആദിമ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായിരുന്നു ഈ ദേവാലയം. ചരിത്രരേഖകൾ പറയുന്നത് പ്രദേശത്തെ ക്രൈസ്തവർ വളരെ പരിശുദ്ധമായും പരിപാവനവുമായാണ് ഈ പള്ളിയെ കണ്ടിരുന്നത്. 1365-70 കാലഘട്ടത്തിലുണ്ടായ കനത്ത ഭൂകമ്പത്തിലാണ് ദേവാലയം പൂർണ്ണമായും തകർന്നു വീണത്. തുർക്കികൾ 1304 എഫേസോസ് ആക്രമിച്ച സമയത്ത് ഈ ദേവാലയത്തിന്റെ ഒരു ഭാഗം മോസ്കാക്കി മാറ്റിയതായും ചരിത്രം പറയുന്നു. താക്കോൽ ദ്വാരത്തിന്റെ ആകൃതിയിലുള്ള മാമോദിസ കുളം, ദേവാലയത്തിലെ വിശുദ്ധവും വിലപിടിപ്പുള്ളതുമായ വസ്തുക്കൾ സൂക്ഷിക്കുവാനുള്ള ട്രഷറി ചേംബർ, ചാപ്പലുകൾ, വിശ്വാസ പരിശീലനത്തിനായുള്ള കേന്ദ്രങ്ങൾ, ബിഷപ്പ് പാലസ്, യാത്രക്കാരായിട്ടുള്ള സന്യാസിമാർക്ക് താമസിക്കുവാനുള്ള ഡോർമെട്രികൾ ഉൾപ്പെടെ ബൃഹത്തായ ഈ കത്തീഡ്രൽ സമുച്ചയത്തിന്റെ പ്രത്യേകതകൾ നിരവധിയാണ്. ബസിലിക്കയുടെ തൂണുകളും ഭിത്തികളും മാർബിൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ദേവാലയത്തിന്റെ തറയിൽ മൊസൈക്ക് പാകിയിരുന്നു. നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം ബൈബിളിലെ ചരിത്ര സംഭവങ്ങളെയും ബൈബിൾ കഥാപാത്രങ്ങളെയും ചിത്രീകരിക്കുന്ന നിരവധി ഐക്കൺസ് ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അറബികളുടെ അധിനിവേശങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടുവാനായി 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും ബൃഹത്തായ ചുറ്റുമതിൽ ഈ ദേവാലയത്തിന് ചുറ്റും
പണി കഴിപ്പിച്ചിരുന്നു. സെന്റ് ജോൺ ബസിലിക്ക പണി കഴിപ്പിക്കുന്നതിനു മുമ്പ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കബറിടത്തിലേക്ക് തീർത്ഥാടനം നടത്തിയ ആദ്യകാല തീർത്ഥാടകരിൽ ഒരാൾ വിശുദ്ധ അഗസ്റ്റിനായിരുന്നു. 1967 ജൂലൈ 26 പോൾ ആറാമൻ മാർപ്പാപ്പ തുർക്കിയിലേക്കുള്ള തന്റെ അപ്പസ്തോലിക സന്ദർശനമധ്യേ ഈ ബസിലിക്ക സന്ദർശിച്ച് ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു. തുർക്കി സർക്കാരിന്റെ സാംസ്കാരിക ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് നിലവിൽ ഈ പ്രദേശം. ബസിലിക്കയുടെ പൗരാണിക അവശേഷിപ്പുകൾക്ക് തൊട്ടടുത്തായി ഇസാബെ എന്നറിയപ്പെടുന്ന മോസ്കും സ്ഥിതി ചെയ്യുന്നുണ്ട്. ബസിലിക്കയുടെ അടുത്തായി തന്നെയാണ് പുരാവസ്തു ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള അയാസ്ലുക് കാസിലും നിലകൊള്ളുന്നത്. ഒത്തിരിയേറെ വേദനയോടുകൂടി തന്നെയാണ് ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന വെളിപാടിന്റെ ദർശനങ്ങൾ ലഭിച്ച, സുവിശേഷം രചിച്ച, ലേഖനങ്ങൾ രചിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോൺ ബസിലിക്കയുടെ അവശേഷിപ്പുകൾ സന്ദർശിക്കേണ്ടി വന്നത്. ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ പ്രാർത്ഥനകൾ കൊണ്ടും ക്രൈസ്തവ ഗാനങ്ങൾ കൊണ്ടും മുഖരിതമായിരുന്ന ദേവാലയത്തിന്റെ അകത്തളം ഇന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. വളരെയേറെ വേദനയുളവാക്കിയ ഒരു കാഴ്ച തകർന്നു കിടക്കുന്ന ഈ ബസിലിക്കയുടെ അവശേഷിപ്പുകളിലൂടെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കല്ലറയിലൂടെയൊക്കെ നായ്ക്കളും പൂച്ചകളുമൊക്കെ കയറിയിറങ്ങി നടക്കുന്നു എന്നതാണ്. ആദിമ നൂറ്റാണ്ടുകളിൽ വിശുദ്ധരായിട്ടുള്ള വൈദികരും ശ്രേഷ്ഠരുമൊക്കെ പരിശുദ്ധ കുർബാനയർപ്പിച്ചിരുന്ന അൾത്താര ഇന്ന് തകർന്നു കിടക്കുന്നു. ആ അൾത്താരയിലും വിശുദ്ധ സ്ഥലത്തുമൊക്കെ ഇന്ന് നായ്ക്കളും പൂച്ചകളുമൊക്കെ കയറിയിറങ്ങി നടക്കുന്ന കാഴ്ച ആഴത്തിൽ ദുഃഖമുളവാക്കുന്നതാണ്. ദൈവപുത്രന്റെ മനുഷ്യാവതാര കാലത്ത് കൂടെ നടക്കുവാനും പുനരുത്ഥാനത്തിന്റെ നായകനെ പത്മോസിന്റെ വിജനതയിൽ വെച്ച് മുഖാമുഖം ദർശിക്കുവാനും ഭാഗ്യം ലഭിച്ച യോഹന്നാന്റെ ഭൗതിക ശരീരം അലിഞ്ഞു ചേർന്ന മണ്ണിൽ നിൽക്കുമ്പോൾ ഒരു പ്രാർത്ഥന മാത്രമേ മനസ്സിലുള്ളൂ. ആദിമ അപ്പസ്തോലന്മാരുടെയും ദൈവമാതാവിന്റെയും പാദസ്പർശനത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ മണ്ണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് മടങ്ങി വരണമേ എന്ന പ്രാർത്ഥന. എഫേസൂസിലെ ആദിമ ക്രൈസ്തവ സമൂഹം തങ്ങളുടെ മഹത്തായ പാരമ്പര്യമുള്ള ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിച്ചിരുന്ന ബസിലിക്കയിൽ ഇന്ന് ആഴത്തിലുള്ള നിശബ്ദത തളം കെട്ടി നിൽക്കുകയാണ്. ആ നിശബ്ദത ഇന്നത്തെ സഭയ്ക്ക് നൽകുന്ന ഒരു ആഹ്വാനമുണ്ട്. തുർക്കിയിലെ ക്രൈസ്തവ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ക്രൈസ്തവ വിശ്വാസത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്ന ഏഷ്യ മൈനർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ക്രൈസ്തവ വിശ്വാസി സമൂഹത്തിന് ചരിത്രത്തിൽ സംഭവിച്ചത് എന്തെന്ന് തിരിച്ചറിയുക. ആ മുന്നറിയിപ്പുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക.